ശ്രീ എം കെ ഹരിദാസ്, നേരത്തെ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് തൃശൂർ ജില്ലയിലെ CPM നേതാക്കളുടെ ഈ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് ഒട്ടേറെ ചർച്ചകൾ വന്നതാണ്. അന്ന് AC മൊയ്തീനെക്കുറിച്ചും MK കണ്ണനെക്കുറിച്ചും ഒക്കെ പരാമർശം വന്നതാണ്. ഇപ്പോൾ ഒരു ജില്ലാ നേതാവ് തന്നെ ശരത് പ്രസാദ് എന്ന് പറയുന്നത് അന്ന് ഇതേക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുമ്പോൾ ചാനലുകളിൽ വന്നു പോലും പാർട്ടിയെ പ്രതിരോധിക്കുന്ന ആളായിരുന്നു. അദ്ദേഹം തന്നെയാണ് ഈ കോടിക്കണക്കിനെ കുറിച്ച് പറയുന്നത്. അവിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ ഇതിൽ നമ്മൾ തീർച്ചയായിട്ടും ഈ ചർച്ച നമുക്ക് ഈ കരുവന്നൂർ സഹകരണ ബാങ്കിന്റെ കൊള്ളയുമായിട്ട് CPM നടത്തിയ കൊള്ളയുമായിട്ട് കണക്ട് ചെയ്തിട്ട് വേണം ഈ ചർച്ച നടത്താൻ. കാരണം തൃശ്ശൂരിൽ നിന്ന് ഏറ്റവും കൂടുതൽ പണം കൊള്ളയടിച്ചിരിക്കുന്ന ഒരു സഹകരണ ബാങ്കാണ് ഈ കരുവന്നൂർ സഹകരണ ബാങ്ക്. പിന്നെ കുട്ടനെല്ലൂർ സഹകരണ ബാങ്ക്, അങ്ങനെ കുറച്ചുണ്ടെങ്കിലും ഈ 400 കോടി രൂപയുടെ വ്യാപ്തി മറ്റൊന്നിനുമില്ല. അപ്പൊ അത്തരം ചർച്ചകൾ ന്യൂസ് 18 പോലുള്ള ചാനലുകൾ നടത്തുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നവരെ മുഴുവൻ പാർട്ടി വിരുദ്ധരും പാർട്ടിയുടെ എതിരായിട്ടുള്ളവരും പാർട്ടി മറ്റുള്ളവരിൽ നിന്ന് പൈസ വാങ്ങിക്കൊണ്ട് ചാനൽ ചർച്ചകളിൽ വന്നിരുന്നിട്ട് പാർട്ടിയെ കരിവാരിത്തേക്കാൻ ശ്രമിക്കുന്നവരുമാണ് എന്ന് പറഞ്ഞവർക്കുള്ള മറുപടിയാണ് ശരത്ചന്ദ്രൻ ഇപ്പൊ നീ പറഞ്ഞത്. എന്താണ് ശരത് പ്രസാദ് തൃശ്ശൂരിൽ DYFIയുടെ ജില്ലാ സെക്രട്ടറിയാണ് അദ്ദേഹം. നിസ്സാരപ്പെട്ട സ്ഥാനമല്ല അത്. തൃശ്ശൂരിലെ DYFIയുടെ ജില്ലാ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിലിപ്പോ KB അബ്ദുൽ ഖാദർ നിങ്ങളുടെയൊക്കെ ചാനലിൽ പറയുന്നത് ഇത് 5 കൊല്ലം മുമ്പ് റെക്കോർഡ് ചെയ്തതാ. എന്ന് റെക്കോർഡ് ചെയ്തതായ എന്താ? 10 കൊല്ലം മുമ്പ് റെക്കോർഡ് ചെയ്തതായാലും എന്താ? ആ പറഞ്ഞതിലത്തെ വസ്തുതയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓരോരുത്തരെ കുറിച്ചിട്ട് പറയുന്നത് എന്താ? ബീഡി വാങ്ങാൻ കാശില്ലാത്ത നടന്ന ആളുകളൊക്കെ ഇന്ന് സിഗരറ്റ് വാങ്ങി വലിക്കുന്നു. 10,000 കയ്യിലുണ്ടായിരുന്നവനെ 1 ലക്ഷമായിട്ട് വർദ്ധിച്ചു. 1 ലക്ഷം കയ്യിലുണ്ടായിരുന്നവനെ അത് 10 ലക്ഷമായി വർദ്ധിച്ചു. 10 ലക്ഷം കയ്യിലുണ്ടായിരുന്നവനെ അത് കോടിയായി വർദ്ധിച്ചു. കോടി കയ്യിലുണ്ടായിരുന്നവനെ ശതകോടിയായി വർദ്ധിച്ചു. ഞാൻ ഇത്തരം ഈ ഡയലോഗ് ചാനൽ ചർച്ചകളിൽ പറയുമ്പോഴൊക്കെ അങ്ങേയറ്റം അവഹേളിച്ച് എന്നെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കാറുള്ളവര് ഇപ്പൊ ഈ എന്താണ് ഈ ശരത് പ്രസാദ് ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത് നമ്മൾ കൂട്ടി വായിക്കണം. അപ്പൊ ഇതിൽ കേരളത്തിൽ ഒരു ഞെട്ടലുണ്ട് എന്നുള്ളത് മഞ്ജുഷ ചിന്തിക്കരുത്. കാരണം കേരളത്തിൽ എല്ലാവർക്കും പാർട്ടിയെ സ്നേഹിക്കുന്ന, പാർട്ടിയിൽ നിന്ന് അകന്നു നിന്നുകൊണ്ട് പാർട്ടിയെ വീക്ഷിക്കുന്ന എന്നെ പോലുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതി മാത്രമാണ് ഈ ശരത്ത് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം പറയുന്നത് മഞ്ജുഷ ശ്രദ്ധിക്കുക. ഒരു വെസ്പ സ്കൂട്ടർ ഉള്ളവനെ അവൻ പെറ്റി ബൂർഷ്വ ആണ് എന്ന് പഠിപ്പിച്ച പാർട്ടിയാണ്. ഞാൻ അത്തരം ഒരു ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുണ്ട്. ഒരു വെസ്പ സ്കൂട്ടർ, ആദ്യകാലത്തൊക്കെ ഈ വെസ്പ സ്കൂട്ടർ അല്ലേ ചരിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത്. അതിലുള്ളവൻ പെറ്റി ബൂർഷ്വ ആണ്. ഒരു അംബാസഡർ കാറുള്ളവൻ പക്ക ബൂർഷ്വ ആണ്. ഇന്ന് പാർട്ടിയിലെ 1ാം നിര 2ാം നിര നേതാക്കന്മാർ ഉപയോഗിക്കുന്ന കാറുകളുടെ വില കേട്ടാൽ നമ്മൾ ഞെട്ടില്ലേ? അവരുടെ കയ്യിലിരിക്കുന്ന ഐഫോണുകളുടെ വില കേട്ടാൽ നമ്മൾ ഞെട്ടില്ലേ? ഇവർക്കൊക്കെ എവിടെ നിന്നാണ് ഒരു സുപ്രഭാതത്തിലെ ഈ കഴിഞ്ഞ 9 വർഷവും 3 മാസവും കൊണ്ട് ഇത്തരത്തിലുള്ള ഡെവലപ്മെന്റ് ഉണ്ടായത് എന്ന് പാർട്ടി എന്തുകൊണ്ട് ചിന്തിച്ചില്ല? അത് ഈ പാർട്ടി നേതാവ് തന്നെ പറയുന്നത്. പാർട്ടി നേതാവ് അദ്ദേഹം ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞ് കാണില്ല. നിബിൻ എന്നുള്ള ഒരു ആളാണ് ഇത് റെക്കോർഡ് ചെയ്തത്. അത് സ്വാഭാവികമായിട്ടും ഈ പാർട്ടിയിൽ ഉള്ള തർക്കം കാരണം ഇത് വെളിയിൽ വന്നു എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. 5 വർഷം മുൻപ് നടന്നതാണെന്ന് പറഞ്ഞതും വിശ്വസിക്കാം. പക്ഷേ 5 വർഷം മുൻപും ഈ കരുവന്നൂർ തട്ടിപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് നിക്ഷേപകർ പണത്തിന് വേണ്ടി ഓടി നടന്ന ഒരു കാലം തന്നെയാണ്. അപ്പോൾ തൃശ്ശൂരിലെ ഈ പാർട്ടി ഇടപെട്ട സാമ്പത്തിക ക്രമക്കേടുകൾ ഉള്ള ഒരു സമയം തന്നെയാണ്. അതുകൊണ്ട് 5 വർഷം മുൻപാണ് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ലല്ലോ. തീർച്ചയായിട്ടും. എന്താ അതിൽ ഇത്ര 5 അല്ല മഞ്ജുഷേ, 10 കൊല്ലം മുമ്പാണെങ്കിലും ഉത്തരവാദപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന CPM-ന്റെ യുവജന സംഘടനയുടെ ജില്ലാ സെക്രട്ടറി ആയാലും ജില്ലാ പ്രസിഡന്റ് ആയാലും വിളിച്ചു പറഞ്ഞിട്ടുള്ള ഈ സത്യം കാലങ്ങളായിട്ട് ഒരുപാട് പേര് പറയുമ്പോൾ അവരെ അങ്ങേയറ്റം അവഹേളിച്ച് ചളിയിൽ ചവിട്ടിത്താഴ്ത്തത്തക്ക തോതിൽ സംസാരിച്ചത് തെറ്റാണെന്ന് പാർട്ടി ഇനിയെങ്കിലും പറയണം. നമ്മൾ ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കണം. ഇവിടെ എറണാകുളത്ത് ഒരു CITU-ന്റെ നേതാവ് മിനി കൂപ്പറും ഒരു ഇന്നോവയും വാങ്ങിയത് അയാളുടെ ഭാര്യയുടെ ശമ്പളം കൊണ്ട് ലോൺ അടച്ചുകൊണ്ടാണെന്ന് പറഞ്ഞത് വിശ്വസിക്കാൻ എത്ര പേർ തയ്യാറായിട്ടുണ്ട്? അതുപോലെ തന്നെ ഈ സ്ഥിരമായിട്ട് ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന പാർട്ടിയെ ന്യായീകരിച്ച ഒരു വ്യക്തിയാണ് വൈശാഖൻ. NV ആണ് അദ്ദേഹത്തിന്റെ ഇനീഷ്യൽ എന്ന് കരുതുന്നു. തൃശ്ശൂർ ജില്ലയിലാണ്, പുതുക്കാട്. അദ്ദേഹം കോറി മാഫിയയുമായിട്ട് വില പേശുന്നത് വീഡിയോ പുറത്തു വന്നില്ലേ? ഇതിനൊക്കെ അപ്പുറമുള്ള തെളിവുകൾ എന്താണ് വേണ്ടത്? ഇവിടെയാണ് വൈദേഹ റിസോർട്ടിൽ ഭാര്യ റിട്ടയർ ചെയ്യുമ്പോൾ കിട്ടിയ 90 ലക്ഷം നിക്ഷേപിച്ചതിനാണ് EP ജയരാജന്റെ നേരെ കുതിര കയറുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെയൊക്കെ അങ്ങേയറ്റം ഒതുക്കാൻ ഈ പാർട്ടിയുടെ വേണ്ടി ചർച്ചയ്ക്ക് വരുന്നവർ ശ്രമിച്ചത്. പക്ഷെ അതിന് ഭിന്നമായി നിൽക്കുന്ന പാർട്ടി പ്രവർത്തകരെ P ജയരാജനടക്കം ഉള്ളവർ ഇപ്പോഴും സജീവമായിട്ട് ഇത്തരം കാര്യങ്ങൾ പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് എന്നുള്ള കാര്യം പാർട്ടി മറന്നു പോവുകയാണ്. അതുപോലെ തന്നെ EP ജയരാജന്റെ മറ്റുള്ള സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചിട്ടുള്ള ദുരൂഹതകളിലൊക്കെ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഒരു വെളുപ്പായ സതീശനെ ഓർമ്മയുണ്ടോ? മഞ്ജുഷിനെ ഓർമ്മയുണ്ടാകും.
ഈ വെളപ്പായ സതീശനെ കണക്ട് ചെയ്തുകൊണ്ട് ശൈലജ ടീച്ചറെയും ഇ.പി. ജയരാജനെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു ഡ്രൈവർ വിളിച്ചു പറഞ്ഞ കാര്യത്തെ കുറിച്ചിട്ട് എന്തുകൊണ്ട് പാർട്ടി പക്ഷെ അതൊക്കെ വെറുതെ മാധ്യമങ്ങൾ പെരുപ്പിച്ച് കാണിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിരോധം തീർക്കുകയായിരുന്നു അന്നൊക്കെ ന്യായീകരിക്കുന്ന ആളുകൾ. പക്ഷേ ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി തന്നെ ഇത് പറയുമ്പോൾ എന്ത് പറയാൻ കഴിയും? ശ്രീ റെജി ലൂക്കോസ്, എന്ത് മറുപടിയാണ് ഇക്കാര്യത്തിൽ ഉള്ളത്? അദ്ദേഹത്തെ അവിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ, ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറിയെ. നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം പറഞ്ഞത് 5 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സുഹൃത്തുമായിട്ടുള്ള സംഭാഷണത്തിനകത്ത് അദ്ദേഹം പറയുന്നു. ഇന്ന് അദ്ദേഹം അതിനുശേഷം പറഞ്ഞു ഇത് മാനിപ്പുലേറ്റ് ചെയ്താന്ന് പറയുന്നു. അതെന്തേലും ആട്ടെ, അതിലുപരിയായിട്ട് ഈ എം.കെ. കണ്ണൻ എന്ന് പറയുന്ന സഖാവിനെയും മൊയ്തീൻ എന്ന് പറയുന്ന മുൻ മന്ത്രിയെയും ഈ ഇ.ഡി. കരൂനൂർ കേസുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുകയും മൊയ്തീൻ സഖാവിന്റെ വീട്ടിൽ അപ്രതീക്ഷിതമായിട്ട് റെയ്ഡ് നടത്തി അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ കണ്ടെത്തിയത് അദ്ദേഹത്തിന്റെ മകന്റെ ഭാര്യയുടെയും അടക്കം ഉള്ള അക്കൗണ്ടിൽ, സംയുക്ത അക്കൗണ്ടിൽ ആകെ കണ്ടെത്തിയത് 21 ലക്ഷം രൂപയാണ്. ഒന്നും അല്ലെങ്കിൽ 5 വർഷം അദ്ദേഹം മന്ത്രിയായിരുന്നു. എം.കെ. കണ്ണനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞു എന്റെ ഏതെങ്കിലും അക്കൗണ്ടിൽ 1 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ കാണിച്ചു തന്നെ രാഷ്ട്രീയം അവസാനിപ്പിക്കാന്ന് പറഞ്ഞു. ഇതെല്ലാം അസംബന്ധമായ ആരോപണങ്ങളല്ലേ? ഇങ്ങനെയൊക്കെ പൊതുപ്രവർത്തകരെ കുറിച്ച് എന്ത് പറയാം? ഈ ചെറുപ്പക്കാരനെ സംബന്ധിച്ചുള്ള അയാൾ തന്നെ പറയുന്നു ഇത് മാനിപ്പുലേറ്റഡ് ആണെന്ന് പറയുന്നു. എന്ത് കാരണമാണ് അവർ കാണിക്കുന്നത്? ഇപ്പൊ എം.കെ. കണ്ണന്റെ ഒരുപാട് ഡീൽ നടത്തി ഇത്ര രൂപ വാങ്ങി, തെളിവ് കൊടുക്കട്ടെ. അല്ലെങ്കിൽ ഇപ്പൊ മൊയ്തീൻ സഖാവ് ഇത്ര രൂപ ഡീൽ ചെയ്തു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്തു കൊടുത്തു, അതിന് തെളിവ് തരട്ടെ. അങ്ങനെ കാണിക്കുമ്പോഴല്ലേ ഇവരൊക്കെ തെറ്റുകാരാണല്ലോ നമുക്ക് റെജി, അതിനകത്ത് പ്രശ്നം എന്ന് പറയുന്നത് പാർട്ടിയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ഇത് പറഞ്ഞത്. അത് രഹസ്യമായിട്ട് പാർട്ടിയിലെ തന്നെ അദ്ദേഹത്തിന് ഒരു ശത്രു അത് റെക്കോർഡ് ചെയ്തു. പിന്നീട് ഒരു അവസരം വന്നപ്പോൾ അത് വെളിയിൽ വിടുന്നു എന്നേ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ നിഷ്കളങ്കമായിട്ട് പറഞ്ഞ കാര്യങ്ങളാണിത്. ഒന്നുകിൽ ഈ പാർട്ടിയുടെ പോക്കിൽ മടുത്തിട്ട് പറഞ്ഞ കാര്യങ്ങൾ ഈ നേതാക്കളൊക്കെ, അല്ലെങ്കിൽ പാർട്ടിയിൽ ഇങ്ങനെയാണ് നടക്കുന്നത് എന്ന് നിബിനോട് ഈ ശരത് പ്രസാദ് പറയുകയാണ്. അത്രയേ ഉള്ളൂ. ആ കാര്യം, ആ ശബ്ദം മുഴുവൻ കേട്ടാൽ നമുക്കറിയാം. അല്ലാതെ ഒരാളെ കൊടുക്കാൻ വേണ്ടി പറയുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. പക്ഷെ മറ്റേയാൾ അത് റെക്കോർഡ് ചെയ്തു, അതിപ്പോൾ അവസരം വന്നപ്പോൾ അത് ലീക്ക് ചെയ്തു. അതാണ് സംഭവിച്ചത്. പക്ഷെ ആ പറഞ്ഞ കാര്യങ്ങൾ അവിശ്വസിക്കേണ്ട കാര്യമില്ല. ശരത് പ്രസാദിന് തൃശ്ശൂർ ജില്ലയിലെ പാർട്ടി സഖാക്കളെ നന്നായിട്ട് അറിയാവുന്നയാളാണല്ലോ, എം.കെ. കണ്ണനെയും എ.സി. മൊയ്തീനെയും ഒക്കെ. അപ്പോൾ അവർ ഈ രീതിയിൽ പണം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന്, അപ്പർ ക്ലാസ് ഡീലുകൾ നടത്തിയിട്ടുണ്ട് എന്ന് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി പറയുമ്പോൾ അത് മറ്റാരുടെയും തലയിൽ കെട്ടിവെച്ചിട്ട് കാര്യമില്ല. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി അല്ല, ഡിവൈഎഫ്ഐയുടെ യുവജന പ്രസ്ഥാനത്തിന്റെ ജില്ലാ സെക്രട്ടറി അല്ല. അതിന് മറുപടി പറയേണ്ടത് ആ ചെറുപ്പക്കാരൻ ശരത് പ്രസാദ് മറുപടി പറയേണ്ടത്. അദ്ദേഹത്തിന്റെ എന്ത് തെളിവാണ്? അദ്ദേഹം ആരെങ്കിലുമായിട്ട് സംസാരിച്ചപ്പോൾ ഈ രീതിയിൽ അദ്ദേഹത്തിന് വായിന്ന് വന്നു കാണുമായിരിക്കും. ഒരുപക്ഷെ മറ്റെന്തെങ്കിലും സംഭവം എന്താ മറ്റെന്തെങ്കിലും കാര്യത്തിന്റെ പേരിലായിരിക്കും. ആർക്കും ആക്ഷേപിക്കുന്ന ഒരു സമൂഹമായിട്ട് മാറിക്കഴിഞ്ഞപ്പോൾ ഒരു ഫോണും കൈ പിടിച്ചുകൊണ്ട് പിന്നെ അത് ആരെങ്കിലും സംശയിക്കുക, തമാശയ്ക്ക് പറയുന്ന കാര്യങ്ങൾ പോലും റെക്കോർഡ് ചെയ്യുക, എന്നിട്ട് അത് കൃത്യസമയത്ത് റിലീസ്. ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ ഇപ്പൊ പി.കെ. ഫിറോസിനെതിരെ കൊണ്ടുവന്നിരിക്കുന്ന ആരോപണം എത്ര ഭീകരമായ ആരോപണം!